ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 2020 എന്ന് വിലയിരുത്തി കോൺഗ്രസ് നേതൃത്വം മുഴുവൻ സീറ്റിലും വിജയം ഉറപ്പെന്ന് UDF കൺവീനർ എം ഒ ഹസൻ വ്യക്തമാക്കി. വടകരയിൽ ഷാഫി പറമ്പിലിന് എതിരായ വർഗീയ പ്രചാരണങ്ങളെ ഒറ്റക്കെട്ടായി ചെറുക്കാനും നേതൃയോഗത്തിൽ തീരുമാനമായി. ഇപ്പോൾ അമൽ തേനംപറമ്പിൽ ചേരുന്നുണ്ട്. അമൽ, എന്തൊക്കെ വിലയിരുത്തലുകൾ? കാരണം 2020 എന്ന സംഖ്യ, അതായത് എല്ലാ സീറ്റുകളിലും വിജയിക്കുമെന്നാണ് യോഗത്തിന്റെ വിലയിരുത്തൽ, കോൺഗ്രസിന്റെ വിലയിരുത്തൽ. എന്തൊക്കെ വിലയിരുത്തലുകൾ പ്രധാനപ്പെട്ട ചില മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുണ്ടായിട്ടുണ്ട്? സംസ്ഥാനത്തെ 20 സീറ്റുകളിലും വിജയിക്കാനാകുമെന്ന വിലയിരുത്തലിലാണ് കോൺഗ്രസ് നേതൃത്വമുള്ളത്. ഇന്ന് മണ്ഡലം തിരിച്ചുള്ള കണക്കുകൾ കൃത്യമായി എടുത്ത ശേഷമുള്ള വിലയിരുത്തലിലാണ് ഈ 20 സീറ്റും വിജയിക്കുമെന്ന ഒരു നിലയിലേക്ക് UDF ഇപ്പോൾ അത്തരമൊരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. മത്സരം നടന്ന 5 സീറ്റുകളുണ്ട്, ശക്തമായ മത്സരം നടന്ന സീറ്റുകൾ. പക്ഷേ അവിടെ പോലും കൃത്യമായ ഒരു എഡ്ജ് UDF സ്ഥാനാർത്ഥികൾക്കുണ്ട് എന്നുള്ളതാണ് വിലയിരുത്തുന്നത്. അത് ആറ്റിങ്ങൽ, അതോടൊപ്പം തന്നെ തൃശൂർ, പാലക്കാട്, ആലത്തൂർ, കണ്ണൂർ തുടങ്ങിയ സീറ്റുകളിൽ ശക്തമായ മത്സരം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് വിലയിരുത്തുന്നത്. പക്ഷേ അവിടെയും വിജയിക്കാനാകുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് കോൺഗ്രസ് നേതൃത്വമുള്ളത്. അതോടൊപ്പം തന്നെ ഈ സാമുദായിക സമവാക്യങ്ങൾ കൃത്യമായി പാലിക്കപ്പെട്ടത് ഗുണം ചെയ്യും എന്നുള്ളതും, അവസാന സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ചില പരാമർശങ്ങളൊക്കെ കൃത്യമായി തന്നെ വോട്ടായി UDF അനുകൂലമായി വീഴും എന്നുള്ളതുമാണ് UDF നേതൃത്വം, കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തുന്നത്. അതോടൊപ്പം തന്നെ ഷാഫി പറമ്പിൽ വിഷയവുമായി ബന്ധപ്പെട്ട് ഷാഫിക്കെതിരെ വലിയ തോതിലുള്ള വർഗീയ പ്രചരണം വടകര കേന്ദ്രീകരിച്ച് നടക്കുന്നു. അതിനെ കൃത്യമായി തന്നെ പ്രതിരോധിക്കും എന്നുള്ളതാണ് ഇന്നത്തെ യോഗത്തിലുണ്ടായിട്ടുള്ള തീരുമാനം. 11-ാം തീയതി വടകരയിൽ ഒരു സാംസ്കാരിക കൂട്ടായ്മ സംഘടിപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മണ്ഡലം തലത്തിലും ഇത് സംബന്ധിച്ച് പ്രചരണം ശക്തമാക്കാനാണ് ഇന്നത്തെ യോഗത്തിൽ തീരുമാനമായിരിക്കുന്നത്. ഈ സ്ഥാനാർത്ഥികൾ ചില മണ്ഡലങ്ങളിൽ ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥികളുടെ പ്രവർത്തനത്തിൽ ചില മന്ദഗതിയിലാണ് പോയിരുന്നതെങ്കിൽ അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ എല്ലാ മണ്ഡലങ്ങളിലും പ്രചരണ രംഗത്ത് മുന്നേറാൻ കഴിഞ്ഞു എന്നുള്ള വിലയിരുത്തലിലാണ് UDF നേതൃത്വമുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ KPCC ആക്ടിംഗ് പ്രസിഡന്റിന്റെ ചുമതല MMS നാണ്. കെ സുധാകരൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഹസനെ ചുമതല ഏൽപ്പിക്കുകയായിരുന്നു. ഇന്ന് ആ ചുമതല തിരികെ സുധാകരൻ നൽകും എന്നുള്ള തരത്തിലായിരുന്നു ആദ്യഘട്ടത്തിൽ വന്നിരുന്ന വാർത്തകൾ. പക്ഷേ ഇന്നിപ്പോൾ ചുമതല കൈമാറിയിട്ടില്ല. അത് ഹൈക്കമാൻഡിന്റെ തീരുമാനത്തിനനുസരിച്ച് വരും ദിവസങ്ങളിൽ ആ ഒരു തീരുമാനം ഉണ്ടാകും. കെ സുധാകരനെ തന്നെ KPCC പ്രസിഡന്റായി വീണ്ടും നിയമിച്ചുകൊണ്ടുള്ള തീരുമാനം ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും വലിയ വിജയപ്രതീക്ഷയിലാണ് UDF. ശരി, അമൽ തേനംപറമ്പിലാണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ 20 സീറ്റുകളിലും വിജയിക്കുമെന്നാണ് കോൺഗ്രസിന്റെ ആത്മവിശ്വാസം.